കാക്കി യൂണിഫോം വേണമെന്ന് അവർ പറയുന്നു. ഈ മറ്റേ യൂണിഫോമിനൊരു കാക്കി ഇട്ടാലേ ഒരു വിലയുള്ളെന്ന് പറഞ്ഞത് മാറ്റിയിരിക്കുന്നു. ഞാനാണ് പണ്ട് കാക്കിയിൽ നിന്ന് കളറിലേക്ക് കൊണ്ടുപോയത്. തിരിച്ച് ഞാൻ വന്നപ്പോൾ തന്നെ തിരിച്ച് കാക്കിയിലേക്ക്. എന്തോ ഓൺലൈൻ അതെല്ലാം വരും. ഈ സോഫ്റ്റ്വെയർ നമ്മളൊന്നും വരുമ്പോഴത്തേ അതിനുള്ള നടപടി നടക്കുന്നുണ്ട്. ഈ നമ്മളെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ എടുക്കാനും ഉള്ള സംവിധാനങ്ങൾ. അതൊന്ന് സമയമെടുക്കാൻ അതെല്ലാം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വരണം. അല്ലാതെ എല്ലാം പല സ്ഥലത്തോട്ട് പോയാലേ ഇപ്പോൾ ഗൂഗിൾ പേയിൽ വരുന്ന പൈസ വേറൊരു അക്കൗണ്ടിൽ പോകും, ടിക്കറ്റ് കൊടുക്കുന്ന പൈസ വേറൊരു അക്കൗണ്ടിൽ പോകും. അങ്ങനെ ഒരു സ്കാറ്റേഡായിട്ട് പോകുന്നതാണ് KSRTC കുഴപ്പം. ഇതൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ശരിയാവും. മാനേജ്മെൻറ്റ് എളുപ്പമല്ല ഇപ്പോൾ. നിങ്ങൾക്ക് തന്നെ നമ്മളതൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഈ ചിതറിക്കിടക്കുന്നൊരു മാനേജ്മെൻറ്റ് ശരിയല്ല. ഒരു കോർഡിനേഷൻ വരണം. അത് വരണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളാണ്. ഒരുപാട് തൊഴിലാളികളുണ്ട് മാനേജ്മെൻറ്റിൽ. ഒരുപാട് നമ്മളിപ്പോൾ MBA വലിയ ഡിഗ്രി ഉള്ളവരൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്നൊരു സാഹചര്യം അല്ല KSRTC. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന് കഴിവുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു സമാന മനസ്സിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകണം. ഓരോ ഡിപ്പോയിലും ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. വണ്ടി ഓടിയാലെന്ത് ഓടിയില്ലെന്ത് വിചാരിക്കുന്ന ആൾക്കാർ, ഓടണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ, നന്നായിട്ട് ഓടിക്കണം, എല്ലാം മാക്സിമം വണ്ടി ഓടിക്കണം, മാക്സിമം കളക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീം. ഇതൊക്കെ ഉണ്ട്. നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ഒരു എൻജിൻ ഓവറോൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 2 ലക്ഷത്തി ചില്ലാനം കിലോമീറ്ററാണ്. ഇതേ സാധനം, ഇതേ എൻജിൻ തമിഴ്നാട് സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൃത്യമായി ഓവറോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 4,70,000 കിലോമീറ്റർ. സംഗതി മനസ്സിലായി? അത് പ്രൊഡക്ടിവിറ്റിയുടെ കൂടുതലാണ്. ഇവിടെ പ്രൊഡക്ടിവിറ്റി കുറവായാണ് വരുന്നത്. സെയിം സാധനമാണ്, സെയിം എൻജിൻ. ലൈലൻഡിൻ്റെ ഒരു എൻജിൻ എടുത്ത് റീകണ്ടീഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 2 ലക്ഷത്തി ചില്ലറ, 2,30,000 പോവും. അവിടെ 3,70,000 കിലോമീറ്ററാണ് അല്ലേ? അതിന് നമ്മൾ പുതിയൊരു സംവിധാനം സ്വിഫ്റ്റിൽ ആദ്യം കൊണ്ടുവരികയാണ്. ഈ എൻജിൻ ഓവറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിലവസരമാണ്. അവർക്ക് നമ്മൾ സ്ഥലം കൊടുക്കും, മറ്റ് ടൂൾസ് എല്ലാം അവർ കൊണ്ടുവരണം. അവർ ടൂൾസും ക്രെയിനും എല്ലാം അവർ അറേഞ്ച് ചെയ്യണം. പാർട്സ് നമ്മൾ കൊടുക്കും, നമുക്ക് പാർട്സ് വില കുറച്ച് കിട്ടും. അപ്പം നമ്മൾ പാർട്സ് അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യും. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഈ കിലോമീറ്റർ, ഈ പറയുന്ന പോലെ 3,70,000 പോലുള്ള കിലോമീറ്റർ അഷ്വർ ചെയ്യണം. അപ്പോൾ കുറേ അധികം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു മാർഗം KSRTC മുന്നോട്ട് വയ്ക്കും. അതൊരു പുതിയ ആശയമാണ്. കേരളത്തിലെ തൊഴിൽരഹിതരായ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾ അവരൊരു സ്റ്റാർട്ടപ്പായിട്ട് വരിക. അവർക്ക് നമ്മൾ എൻജിൻ കൊടുക്കും, പാർട്സ് കൊടുക്കും, ലേബർ മാത്രം അവർ അത് അസംബിൾ ചെയ്ത് റെഡിയാക്കി റീകണ്ടീഷൻ ചെയ്ത് തരണം. സ്പേസും നമ്മൾ കൊടുക്കും. അവർക്ക് ഷെഡ്, അതിനകത്തുള്ള ക്രെയിന് കാര്യങ്ങൾ, ടൂൾസ് എല്ലാം അവർ വാങ്ങണം. അതാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അവരുടെ സ്കില്ലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. സേഫാണ്. കാരണം എന്ന് വെച്ചാൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് എൻജിൻ വന്നുകൊണ്ടിരിക്കും, പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. സ്വിഫ്റ്റിൻ്റെ ആനയറുള്ള സ്ഥലത്താണ് ആദ്യമായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു തൊഴിലവസരമാവും, ഒരു ബിസിനസ്സായിട്ട് അവർക്ക്. അത് മാത്രമല്ല, അവർക്ക് പുറത്ത് തുടങ്ങിയാൽ അവർക്കൊരു ബിസിനസ്സായിട്ട് നടത്താം എന്നുള്ളതാണ്. അതൊരു ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു പുതിയ ആശയമാണ്. അതൊരു നല്ല ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലി അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു 5-6 പേർക്ക് കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ ബിസിനസ് ഇതാണ്. ഈ എഞ്ചിനെ റീകണ്ടീഷൻ ചെയ്ത് തരണം. റീകണ്ടീഷൻ തരുമ്പോൾ അവർ പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ തന്നെ കടമില്ല. അതുകൊണ്ടാണ് സ്വിഫ്റ്റിലാണ് തുടങ്ങുന്നത് പറഞ്ഞത്. ഇപ്പം നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ചെയ്യുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ചെയ്താൽ ഇതിൻ്റെ എഫിഷ്യൻസി കൂടുകയും കൂടുതൽ മൈലേജ് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗുണമുണ്ട്. ഈ 2 ലക്ഷത്തിൽ നിന്ന് 370,000 പോകുമെന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷങ്ങളുടെയും കോടികളുടെയും വ്യത്യാസമാണ് വരുന്നത്. ചെറിയ കണക്കായിട്ട് തോന്നരുത്. 1 ലക്ഷം കിലോമീറ്റർ കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ കളക്റ്റീവായിട്ട് വരുമ്പോൾ, ഒരുമിച്ച് വരുമ്പോൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും നേട്ടമാണ് ട്രാൻസ്പോർട്ട് KSRTC ഉണ്ടാകുന്നത്. അതോടെ ഈ കുട്ടികൾക്കൊരു നല്ല ജോലിക്കുള്ള അവസരം. കാരണം ഒരുപാട് നിക്ഷേപരെ കൊണ്ടുവരണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നമാണ്. വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപരെ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ നിക്ഷേപകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത്.
നമ്മൾ വൻകിട നിക്ഷേപക്കാരെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്, വെളിയിൽ നിന്നൊക്കെ IT കമ്പനികളാണ്. പക്ഷേ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ഒരവസരം കൊടുക്കുന്ന ഒരു പദ്ധതിയായിരിക്കും. വേറെയും ചില പദ്ധതികൾ പുറകെ വരും. ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ജീവനോപാധി കണ്ടെത്തുന്ന സംരംഭരാക്കി തീർക്കുന്ന ചില പദ്ധതികൾ ഇതിനെ പുറകെ വരും, ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഇത് KSRTCയിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കുക. എഞ്ചിനീയർമാരായിരിക്കണം, കാരണം അവർക്ക് അറിയാമല്ലോ, ടെക്നിക്കൽ നോളജ് ഉള്ളവരായിരിക്കണം.